ഞാൻ അമൃത ശിവദാസൻ, ആനാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയും സീനിയർ SPC കേഡറ്റുമാണ്. ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സ് വിഷയത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന പാഠം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് ഒരു താപന ഉപകരണത്തിൽ ഉണ്ടാകുന്ന ഹീറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, അതിനാവശ്യമായ 3 ഇക്വേഷനുകൾ നമ്മൾ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ 3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്കുകൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടുള്ളത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിന് കിട്ടിയ 3 ഇക്വേഷൻസിനെ ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ആദ്യത്തത് H is equal to I square RT, രണ്ടാമത്തത് H is equal to VIT, മൂന്നാമത്തത് H is equal to V square T by R. അപ്പോൾ ഇതിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് H കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. I സ്ക്വയർ, അതിൽ I സൂചിപ്പിക്കുന്നത് ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ആണ്, R സൂചിപ്പിക്കുന്നത് റെസിസ്റ്റൻസും, T സൂചിപ്പിക്കുന്നത് ടൈമുമാണ്. അടുത്ത രണ്ടാമത്തെ ഇക്വേഷനിൽ വരുമ്പോൾ H is equal to VIT, അതിൽ H സൂചിപ്പിക്കുന്നത് ഹീറ്റ് തന്നെയാണ്, V സൂചിപ്പിക്കുന്നത് വോൾട്ടേജും അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, I സൂചിപ്പിക്കുന്നത് ഇന്റൻസിറ്റി ഓഫ് കറണ്ട്, T ടൈം. അടുത്ത മൂന്നാമത്തെ ഇക്വേഷൻ H is equal to V square T by R, അതിൽ V സൂചിപ്പിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അല്ലെങ്കിൽ വോൾട്ടേജ്, അടുത്ത T സൂചിപ്പിക്കുന്നത് അതിനാവശ്യമായ സമയം, R സൂചിപ്പിക്കുന്നത് റെസിസ്റ്റൻസ്. ഇനി അതുമായി ബന്ധപ്പെട്ട കണക്ക് നോക്കുകയാണെങ്കിൽ 2 ഹീറ്ററുകളുമായി ബന്ധപ്പെട്ട കണക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തത് ഹീറ്റർ എ. ഹീറ്റർ എയിൽ തന്നിട്ടുള്ള വോൾട്ടേജ്, ഹീറ്റർ എ പ്രവർത്തിക്കുന്നത് 230 വാട്ട് ഉപയോഗിച്ചാണ് ഹീറ്റർ എ പ്രവർത്തിക്കുന്നത്. അടുത്ത് തന്നിട്ടുള്ള വിവരം എന്ന് പറയുന്നത് അതിന്റെ റെസിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത്. റെസിസ്റ്റൻസ് 1150 ഓം ആണ്. പിന്നെ തന്നിട്ടുള്ളത് ടൈം, അത് 5 മിനിറ്റ് ആണ്. അപ്പോൾ ഹീറ്റർ ബിയിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ 3 വിവരങ്ങൾ തന്നെയാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തത് വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ടിലാണ് ഈ ഹീറ്റർ ബി പ്രവർത്തിക്കുന്നത്. ഇതിൽ തന്നിട്ടുള്ള റെസിസ്റ്റൻസ് 460 ഓം ആണ്. അടുത്ത സമയം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ മിനിറ്റും വോൾട്ടേജ് തമ്മിൽ തുല്യമാണ്, റെസിസ്റ്റൻസിന് മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഹീറ്റ് എങ്ങനെ, ഇതിൽ 2 ഹീറ്ററിലും എത്രമാത്രം ഹീറ്റാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഈ 3 ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒന്നാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ പരിശോധിച്ചാൽ I സ്ക്വയർ RT എന്ന ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നോക്കുമ്പോൾ V ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്. പക്ഷെ ഈ ഇക്വേഷൻ അനുസരിച്ച് Rഉം Tയും ഉണ്ട്, പക്ഷെ നമുക്ക് ഈ കണക്കിലെ I എന്താണെന്ന്, അതായത് ഇന്റൻസിറ്റി ഓഫ് കറണ്ട് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് പോസിബിൾ അല്ല. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ H is equal to VIT. VIT എന്ന ഇക്വേഷനിൽ നമുക്ക് V തന്നിട്ടുണ്ട്, I ഇവിടെ തന്നിട്ടില്ല, T തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് തന്നിട്ടില്ല, ഈ കണക്കിലും ഇന്റൻസിറ്റി ഓഫ് കറണ്ട് തന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഇക്വേഷൻ നമുക്ക് പോസിബിൾ അല്ല ഉപയോഗിക്കും. മൂന്നാമത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ V സ്ക്വയർ T by R. V സ്ക്വയർ T by R V നമുക്ക് തന്നിട്ടുണ്ട്, വോൾട്ടേജ് 230 വോൾട്ടാണ് തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട് 1150 ഓം. പിന്നെ തന്നിട്ടുള്ളത് ടൈം 5 മിനിറ്റ് എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 വിവരങ്ങളും ഇക്വേഷൻ മൂന്നാമത്തത് പോലെ 3 വിവരങ്ങളും ഹീറ്റർ എയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റും കണ്ടുപിടിക്കാൻ എളുപ്പമായി. അപ്പം ആദ്യം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നമ്മൾ വിവരങ്ങളൊക്കെ ഇതിൽ തന്നിട്ടുണ്ട്, അല്ലാതെ നമ്മൾ ആൻസർ എഴുതുകയാണെങ്കിൽ വിവരങ്ങളെല്ലാം എടുത്തെഴുതണം. ഇപ്പൊ നെക്സ്റ്റ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കപ്പം നേരിട്ട് കണക്കിലോട്ട് പോകാം. ഇക്വേഷൻ നമ്മൾ തന്നിട്ടുണ്ട് V സ്ക്വയർ T by R. ഈ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് V സ്ക്വയർ ആണ്. V സ്ക്വയർ എന്ന് പറയുമ്പോൾ 230ന്റെ സ്ക്വയർ എടുക്കണം. 230ന്റെ സ്ക്വയർ, അവിടെ ഇൻറ്റു ആണ് വരേണ്ടത്. അടുത്ത ടൈം. ടൈം എന്ന് പറയുന്നത് ഇവിടെ 5 മിനിറ്റ് ആണ് തന്നിട്ടുള്ളത്. 5 മിനിറ്റ് എന്ന് വെച്ചാൽ 5 മിനിറ്റ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇത് മിനിറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ കണക്കും ചെയ്യുമ്പോൾ അതിന്റെ അടിസ്ഥാന യൂണിറ്റുകളാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പൊ മിനിറ്റ് വരില്ല, പകരം മിനിറ്റിനേക്കാളും ചെറിയ യൂണിറ്റായ സെക്കൻഡുകൾ മാത്രമേ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് സെക്കൻഡ് കണ്ടുപിടിക്കണമെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ അറിയാം, കാരണം തന്നിട്ടുള്ള മിനിറ്റിനെ 60 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് അതിന്റെ സെക്കൻഡ് രൂപം കിട്ടും. അപ്പോൾ 5നെ നമ്മൾ 60 കൊണ്ട് ഗുണിക്കുമ്പോൾ 300 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ 300 എഴുതാം.
നമുക്കപ്പോൾ 300 സെക്കൻഡ് എന്ന് കിട്ടി. അതിനെ ഡിവൈഡ് ചെയ്യണം 6 കൊണ്ട്, അതായത് റെസിസ്റ്റൻസ് കൊണ്ട്. ഇതിലെ ഹീറ്റർ എയിലെ റെസിസ്റ്റൻസ് ആയ 1150 ഓം കൊണ്ട് ഇതിനെ ഹരിക്കുക. ഇത് നോക്കുകയാണെങ്കിൽ എല്ലാം വലിയ സംഖ്യകളാണ്. കാരണം 230ന്റെ സ്ക്വയർ എടുക്കണം, അതിനോട് 300 ഗുണിക്കണം, അതിനോട് 1150 ഹരിക്കണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോട്ട് ബുക്കിൽ തന്നെ ചെയ്യാൻ, അത് കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ നേരിട്ട് ഇതിന്റെ ആൻസർ എടുത്ത് എഴുതുകയാണ്. 13800 ജൂൾ. ഹീറ്റിന്റെ യൂണിറ്റ് ആണ് ജൂൾ. അപ്പൊ ആ ജൂള് എടുത്തെഴുതി. അപ്പൊ നമ്മള് ഹീറ്റർ എയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ള നമ്മുടെ ഹീറ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഹീറ്റർ എയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഹീറ്റിന്റെ അളവ്, താപത്തിന്റെ അളവ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. 13800 ജൂളാണ്. ഇനി നമുക്ക് ഹീറ്റർ ബി പരിഗണിക്കാം. ഹീറ്റർ ബിയിലും 3 വിവരങ്ങളാണ് തന്നിട്ടുള്ളത്. വോൾട്ടേജ് 230 വോൾട്ട് ആണ്, റെസിസ്റ്റൻസ് 460 ഓം ആണ്, ടൈം 5 മിനിറ്റ് ആണ്. അപ്പൊ അത് നോക്കിയാലും ഇതേ ഇക്വേഷൻ തന്നെയാണ് ചേരുന്നത്. കാരണം ബാക്കി 2 ഇക്വേഷനിലും നമുക്ക് ഐയുടെ അളവ്, ഇന്റൻസിറ്റി ഓഫ് കറണ്ടിന്റെ അളവ് ഈ ഇതിൽ അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇക്വേഷൻ, മൂന്നാമത്തെ ഇക്വേഷനായ v²T/R എന്ന ഇക്വേഷൻ മാത്രമേ പ്രയോഗിക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ അത് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഹീറ്റർ ബിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന്റെ അളവാണ് നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം വിയുടെ സ്ക്വയർ എടുക്കുക. ഇതിൽ വി എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. അപ്പൊ 230 വോൾട്ടിന്റെ സ്ക്വയർ, 230ന്റെ സ്ക്വയർ ഇൻറ്റു നെക്സ്റ്റ് തന്നിട്ടുള്ളത് ടൈം. ഇവിടെയും കഴിഞ്ഞ കണക്കിനെ പോലെ തന്നെ 5 മിനിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 5 മിനിറ്റിനെ നമുക്ക് അടിസ്ഥാന യൂണിറ്റ് ആയ സെക്കൻഡിലോട്ടാക്കണം. സെക്കൻഡിലോട്ടാക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന മിനിറ്റിനെ 60 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് രൂപത്തിൽ കിട്ടും. അപ്പൊ 5നെ നമ്മൾ 60 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കണക്കാണ് 300 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പൊ 300 സെക്കൻഡ് ആണ് 5 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 300 കൊണ്ട് ഗുണിക്കുക. അതിന് അടുത്തിന് നമുക്ക് ചെയ്യാനുള്ളത് ടൈം നമ്മൾ എഴുതി, അതിനുശേഷം അതിനെ ഡിവൈഡ് ചെയ്യുക. എന്തുകൊണ്ട്? റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ 460 ഓം ആണ്. 460 ഓമിനെ നമുക്ക് അതോട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇതും കുറച്ച് നീളം കൂടിയ കണക്കാണ്. കാരണം 230ന്റെ സ്ക്വയർ എടുക്കണം, അതിനോട് 300 ഗുണിക്കണം. കിട്ടിയ ആൻസറിനെ 460 കൊണ്ട് ഹരിക്കുകയും ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ, ഞാനിപ്പോ നിങ്ങൾക്ക് ഇതിപ്പോ നോട്ട് ബുക്കിൽ കറക്റ്റ് ആയിട്ട് എഴുതി ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിന്റെ ആൻസർ എഴുതുകയാണ്. 34,500 ജൂളാണ് ഹീറ്റർ ബിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 34,500 ആണ് ഈ ജൂളാണ് ഹീറ്റർ ബിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് എടുത്ത് എഴുതാം. ഇപ്പൊ ഹീറ്റർ എയിൽ പ്രൊഡ്യൂസ് ചെയ്തത് 13,800 ജൂളും ഹീറ്റർ ബിയിൽ പ്രൊഡ്യൂസ് ചെയ്തത് 34,500 ജൂളും. അപ്പൊ നമ്മൾ ഈ കണക്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പാരലൽ കണക്ഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീരീസ് കണക്ഷൻ ചർച്ച ചെയ്തിരുന്നു. ഇനി പാരലൽ കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിന്റെ ഒരു ചെറിയ സർക്യൂട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. അതായത് ഒരു റെസിസ്റ്ററിന് പാരലലായി, സമാന്തരമായി മറ്റൊരു റെസിസ്റ്റർ ഇവിടെ ഘടിപ്പിച്ചിരിക്കുകയാണ് ഈ സർക്യൂട്ടിൽ. ഇതിനെയാണ് പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പാരലൽ കണക്ഷന് കുറച്ച് പെക്യൂലിയാരിറ്റീസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസസ്. അതായത് ഇതിൽ മൊത്തം ഉണ്ടാകുന്ന റെസിസ്റ്റൻസിന്റെ അളവ് കുറയുന്നു, സീരീസ് കണക്ഷനേക്കാളും കുറയുന്നു. അടുത്ത കറന്റ് ഈസ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് റെസിസ്റ്റേഴ്സ്. അതായത് ഇതിൽ 2 റെസിസ്റ്റർ ഉണ്ട്, 2 റെസിസ്റ്ററിലും ഡിഫറെന്റ് കറന്റ് ആയിരിക്കും അനുഭവപ്പെടുന്നത്. അടുത്ത് നോക്കുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് സെയിം ഇൻ റെസിസ്റ്റേഴ്സ്. അതായത് ഈ 2 റെസിസ്റ്ററിലും അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് പക്ഷെ സെയിം ആയിരിക്കും. എഫക്റ്റീവ് റെസിസ്റ്റൻസും ഓരോ റെസിസ്റ്ററിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഈക്വൽ ആയിരിക്കും. സ്വിച്ച് ഈസ് യൂസ്ഡ്. നമുക്ക് ഈ സർക്യൂട്ടിൽ പാരലൽ കണക്ഷൻ പോലുള്ള സർക്യൂട്ടുകളിൽ സ്വിച്ചുകൾ ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീടുകളിലെല്ലാം പാരലൽ കണക്ഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് മുഴുവൻ ഒരു കണക്കും ചെയ്തു, പാരലൽ കണക്ഷൻ എന്താണെന്നും അതിന്റെ പ്രത്യേകതകളും പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിന് കാണാം. നന്ദി, നമസ്കാരം.